മലയാള സിനിമയിൽ ഒരുപാട് പരീക്ഷണ സിനിമകൾ ചെയ്ത സംവിധായകനാണ് വിനയൻ. ആകാശഗംഗ, അത്ഭുതദ്വീപ്, വെള്ളി നക്ഷത്രം തുടങ്ങിയ ചിത്രങ്ങൾ വിനയന്റെ ധീരമായ പരീക്ഷണങ്ങളായിരുന്നു. വിനയന്റെ മകൻ വിഷ്ണു വിനയനും ഇപ്പോൾ സിനിമയിൽ സജീവമാണ്. വിനയന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആനന്ദ് ശ്രീബാല തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ്. വിനയനും മോഹൻലാലും തമ്മിൽ അടുത്തിടെ കണ്ടു സംസാരിച്ചുവെന്നും അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ അധികം വൈകാതെ ഉണ്ടാകുമെന്നും വിഷ്ണു പറഞ്ഞു. എന്നാൽ ഇത്രയും കാലമായിട്ടും ഇരുവരും തമ്മിൽ സിനിമ ഉണ്ടാകാത്തതിന്റെ കാരണം വിനയന്റെ ആദ്യ ചിത്രമായിരുന്നുവെന്നും വിഷ്ണു കൂട്ടിച്ചേർത്തു. മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള മദൻലാലിനെ നായകനാക്കി സൂപ്പർ സ്റ്റാർ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് വിനയൻ സിനിമയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ആ ചിത്രം മോഹൻലാലിനെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചുവെന്നും അത് കാരണമാണ് വിനയനും മോഹൻലാലും ഇത്രയും കാലം ഒന്നിക്കാത്തതെന്നും വിഷ്ണു പറഞ്ഞു. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു വിഷ്ണു വിനയ്. ആ സിനിമയെ ലാൽ സാറിനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. അച്ഛന്റെ മനസ്സിൽ പണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ രൂപസാദൃശ്യമുള്ള സാധാരണക്കാരന്റെ കഥ എന്നായിരുന്നു അച്ഛൻ ചിന്തിച്ചത്. അന്ന് മുകേഷിനെ വെച്ച് ചെയ്യാൻ ആലോചിക്കുകയും എന്നാൽ പിന്നീട് അത് നടക്കാതെ പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ നാടക ഗ്രൂപ്പിൽ നിന്നും ആ സിനിമയിൽ അഭിനയിച്ച നടനെ കിട്ടുന്നത്. ലാൽ സാറിനെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി അച്ഛൻ ചെയ്ത സിനിമയാണ് അതെന്ന് പലരും അന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഈ അടുത്തിടെ അമ്മ സംഘടനയുടെ ഓഫീസിൽ അച്ഛനും ലാലേട്ടനും കണ്ടു സംസാരിച്ചിരുന്നു. അവർ തമ്മിൽ ഒരു പ്രൊജക്ട് മിക്കവാറും സംഭവിക്കും, വിഷ്ണു വിനയ് പറയുന്നു.